എയ്സിന്റെ പവർ അത് അബ്സോർബ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഡെവൽ ഫ്രൂട്ട് കണ്ടിട്ടാവും അത് ശരിക്കും സത്യമായിരിക്കും എന്നൊക്കെ ചിലർ ചിന്തിക്കും. ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ഫൈറ്റിന്റെ റൂൾസ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഈ ഒരു ഫൈറ്റില് ഗ്ലാഡിയേഴ്സ് പോലും മത്സരിക്കുന്നുണ്ട് എന്നാൾ അനൗൺസ് ചെയ്യാണ്. ഇത് വെറും ഒരു മത്സരമല്ല, ഈ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ബ്രഹ്മാണ്ഡമായ മത്സരമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇതിൽ മത്സരിക്കുന്നത്. അത്രയും വെർത്തായിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കും അവർക്ക് കിട്ടുക. ഗ്ലാഡിയേറ്റേഴ്സ് മാത്രമല്ല, ഡോഫ്ലിമിംഗോ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് പോലും ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. അതിലൊന്നാമൻ പിങ്കാണ്. അവനത് പറയേണ്ട താമസം ഇപ്പൊ ആ സ്റ്റേഡിയത്തില് ജനങ്ങളുടെ ആരവവും ശബ്ദവും ഒക്കെ അങ്ങനെ 10 മടങ്ങായി ഉയരുകയാണ്. അടുത്തതായിട്ട് ആങ്കർ അനൗൺസ് ചെയ്യും ഡെലിഞ്ചർ, അതിനുശേഷം ലോജി, മാച്ചിസ് എന്നിങ്ങനെ ഡോഫ്ലമിംഗോയുടെ ആൾക്കാരുടെ പേരുകൾ വിളിച്ചു പറയും. ഇതിനു മുൻപുണ്ടായ മത്സരങ്ങളിൽ ഇവരായിരുന്നു ടോപ്പേഴ്സ് ആയിട്ട് വന്നത്. അവസാനമായിട്ട് ഡയാമാൻഡെ കുറിച്ച് സംസാരിക്കും. ആക്ച്വലി അവനെയാണ് ഈ ഒരു മത്സരം നടത്താനായിട്ട് ഈസിന്റെ ഡ്രാഗൺ ഫ്രൂട്ടും കൊടുത്ത് ഡോഫ്ലമിംഗോ ഇവിടേക്ക് അയച്ചത്. ജനങ്ങളാണെങ്കിൽ മത്സരം തുടങ്ങാനായിട്ട് മുറവിളി കൂട്ടും.